Okay, so those who in the morning അയ്യോ കുട്ടികൾക്ക് എന്ത് ലഞ്ച് ഉണ്ടാക്കി കൊടുക്കുന്ന ആലോചിക്കുന്നവർക്ക് ഇറ്റ്സ് എ pretty much a complete meal. ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് നമുക്ക് കസ്റ്റമേഡ് തൊപ്പിയൊക്കെ വരെ ഉണ്ടാക്കി തരും കേട്ടോ. നല്ല അടിപൊളി കടയാണ്. ആ സിനിമ ഷോട്ട് ഷൂ ഒക്കെ വെച്ചിട്ട് ഇറങ്ങണ അടി കൊള്ളാം. നമ്മൾ പ്രിങ്ങുനെ കൊണ്ട് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ഓ യു ലുക്ക് ലൈക്ക് എ കൗ ബുൾ ബഫലോ ബുൾ. ഉടനെ തട്ടിലും മുട്ടിലൊക്കെ കാണില്ല. എണീക്കുന്നില്ലേ എല്ലാവരും 7 മണി എന്ന് പറഞ്ഞതാണല്ലോ. ഓ എസ്മേട്ട് എന്തോ കാണാണ്ട് പോയിട്ടോ ഇന്നലെ തരയില്ലോ. ഒരു ഫോളോ അപ്പ് ടു ഹറി അപ്പ് ഷവർ ഗോ സ്കൂൾ ടൈം പ്ലീസ് ഡമ്മി പ്ലീസ്. താങ്ക് യു ഗുഡ് ഗേൾ എസ്മ യു സച്ച് എ ലവ്ലി ഗേൾ. താങ്ക് യു ഏറാ. നോട്ടം കണ്ടത് തിരിച്ചെടുക്കണ പോലെയാണല്ലോ. ആ തായോ ഇതെടുക്കാനല്ല അതാ ട്രേഡില്ല ഇവിടെ. അച്ഛമ്മൻ്റെ മോന്ത പോയി. ഇത് എൻ്റെ നിന്ന് മേടിച്ചിട്ട് അവൻ്റെ ഇന്ന് മേടിക്കുന്നില്ലോ. തരാൻ പറ അച്ഛമ്മ. ആ മേടിച്ചോ. ആ താ ഗുഡ് ഗേൾ ഏറാ. താങ്ക് യു ഏറാ. ഷവർ ടൈം ബ്ലേ ബ്ലാ ബ്ലിക്കട കട ഹെന്നറ്റാടിൻ ഏറാ ബേബി വേർ ആർ യു. കുട്ടീനെ അടിച്ചാ? അയ്യോ എന്ന് പറഞ്ഞ എണ്ണി പറക്കിന്റെ കുട്ടിക്കാരാണ്. ആരടിച്ചേ? ഏറുമാ നീയാണോ അടിച്ചേ? ആണോ? കിക്ക് ചെയ്താ? ആരടിച്ചേ? ഏറടിച്ച കുട്ടീനെ? നമുക്ക് ഏറന്നെ ഇരുട്ടത്ത് കിടത്തിട്ട് വെയിലത്ത് കൊടുത്ത് ചോറ് കൊടുക്കണം കേട്ടാ. ആഹാ ഏരാ വാട്ട് ഡിഡ് യു ഡു? കുട്ടി മലന്ന് തന്ന രസം പറഞ്ഞ സമയത്ത് കഴുത്തിൽ പിടിച്ചടിക്കുക. അടിക്കുക സമേ നിനക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ. വല്ല നാണമുണ്ടോ നോക്കി എന്നെ അവിടെ ഇരുന്നിട്ട്. ഏടപ്പന്നെ ഓടി ടു വാട്ട് ഡിഡ് യു ഡു ദാ? അവിടെ പട്ടിയോട് അത്ര ബഹുമാനാ. ഇപ്പം രാവിലെ എന്നിട്ട് വെറുതെ കൊണാന്ന് പറയാന്നല്ലാണ്ട്. ചാട് ഇവിടുന്ന് ചാട്. ചാടെന്നല്ല ചാടാ ഡേ. ആ ഇവിടുന്ന് ചാടാൻ കൂടെ ബില്ലാടാ. എങ്ങനെ ചാടുക? അയ്യോ ഡാഡ എന്താ പറഞ്ഞേ? പില്ല തട്ടിയിരുന്ന ആദ്യം. അമ്മേ തട്ടിട് പില്ലോ. ആ അത് തട്ടിട്. ആ യാ ഗുഡ് ഗേൾ. വൺ മോർ ടൈം പ്ലീസ്. തട്ടിട്. ആ തട്ടിട്. ഗുഡ് ഗേൾ. തട്ടിട്. ഗുഡ് ഗേൾ. നൗ ജമ്പ്. ദാ ഈ കാലിറക്കി എന്നാലേ ഇറങ്ങാൻ പറ്റുമോ? ആ പില്ല കണ്ട കിടക്കട്ടക്ക്. ഇന്നലെ 3 തവണ ചടി. അമ്മയ്ക്ക് പേരിയണേ. അമ്മ ഒരു ഇഷ്ടികയുടെ ഹൈറ്റിൻ്റെ മുകളിൽ നിന്ന് കാല് കീപ്പിട്ട് കേൾക്കുമ്പോഴേക്കും കമന്നടിച്ച് കൈൻ്റെ മുകളിൽ ഐ ലവ് യു നടിക്കുന്ന ടീമോളോ. ഏയ് വേർ ഡിഡ് യു ഗോ? കം ഹിയർ. എങ്ങനെ പോണേ? എന്താന്ന് നീ എന്താ പറഞ്ഞേ? പിന്നെ ഞാൻ ഈ പോണോടത്ത് വീണതും മുറിഞ്ഞതും എനിക്ക് ഇത് സാമകാല ജീവിതത്തിലുള്ള ഞങ്ങളൊക്കെ വല്ലപ്പോഴും അനങ്ങണവരാ ഈ മുറിക്കും കരയണേ. ഏയ് വാട്ട് യു അപ്പ് ടു ഗേൾ? യു കം ഹിയർ വി ഗോ. ഇപ്പോഴൊന്നും മറ്റേ ഹോളിഡേ സ്കൂൾ പ്രോഗ്രാം ഉണ്ട്. ലഞ്ച് ഉണ്ടാക്കിയിട്ടില്ല. സോ ഈസി ലഞ്ച് ഫോർ എ 10-year-old child ഈസ് ബ്രെഡ് ടോസ്റ്റ്. So 2 egg. Whisk. എന്നിട്ട് ഓൺലി 1 slice ബ്രെഡ് കേട്ടോ. ഇതിൽ സോക്ക് ചെയ്ത് വെക്കണം നമുക്ക് അൺടിൽ ഈ മുട്ട മൊത്തം ഇത് അബ്സോർബ് ചെയ്യണം അത്രയും സമയം. ഓക്കെ മുടി കെട്ടിയാ? എച്ചമുൻ്റെ കഴിഞ്ഞ മുടി കെട്ട്. അമ്മ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇലക്ട്രിക് മറ്റേ പാലത്തിൻ്റെ ഒക്കെ പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ വലിച്ച് അങ്ങനെ ഇരിക്കണം? ഞാൻ കെട്ടില്ല. ഞാൻ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചു. പ്രിങ്ങൂന് ഈ സമയത്ത് ഇവിടെയൊക്കെ നിറച്ച് മുടി ഉണ്ടായിരുന്നു ഫ്രണ്ടിലേക്ക് ഇങ്ങനെ. പക്ഷെ ഇവർക്ക് ഈ ഫ്രണ്ട് എനിക്ക് ഇഷ്ടമാണ് ഇവിടെ മുടിയില്ലാത്തത് ഒരുപാട്. മുട്ടേ അടിച്ചൊരു വരുമോ? അടിച്ചൊരു വരുമോ? ഉമ്മ മുട്ടേക്ക് കുറുമ്പി ആൾക്കാരനെ ഉപദ്രവിക്കലും. ഈ തലയിൽ ആകെ കൂടിയിട്ടേ പുള്ളി അടിക്കാൻ വേണ്ടി മാത്രമേ പറ്റൂടാ. ആ കുട്ടീനെ അടിക്കണ്ടേട്ടാ. എന്തിനാണ് നീ അവളെ അടിക്കുന്നത്?
ഓ രാജാവ് എടുക്കാനുള്ള പഴശ്ശിക്ക് യുദ്ധമൊന്നുമില്ല പഴശ്ശിയെ നോ ഇന്ന് ഇവളെന്നെ ചീത്ത പറയാൻ പാടില്ല. അപ്പം നമ്മളെന്നെ വന്ന് ചീത്ത വിളിക്കും. ഞാൻ ഇന്ന് രാവിലെ അവളുടെ മുഖത്ത് ഇങ്ങനെ ആക്കാട്ടോ. അപ്പോൾ എസ്മേ അപ്പം ചേച്ചി പ്രൊട്ടക്ഷൻ എത്തും. ആ ചേച്ചി പ്രൊട്ടക്ഷൻ വരും. നീ പോയി ചേച്ചിക്ക് കൊടുക്കും. താൻ ഉടുപ്പ് ലുക്സ് നൈസ് പിങ്ങ. 3, 2, 1 ഗോ. ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. മുട്ട പിങ്ങുവിൻ്റെ ലഞ്ച് വേവിക്കാനായിട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതേ നമ്മുടെ ഈ ഇതില്ലേ തീ ഏറ്റവും കുറച്ച് വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിയും. ദെൻ റെസ്റ്റ് മുട്ട അതിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കുക. അവിടെ കിടന്നോട്ടെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് മൂടി വയ്ക്കണം. മൂടി വയ്ക്കണേക്കാൾ മുന്നേ ഒരു പണി ചെയ്യാനുണ്ട്. എന്തുട്ട് വെച്ചാൽ ഈ മുട്ടേനെ ഒന്ന് ഫോൾഡ് ചെയ്യണം നമുക്ക്. സോ വാട്ട് ഹാപ്പൻസ്, ഈ മുട്ടയും കൊണ്ട് ഇതിലേക്ക് ഒട്ടിപ്പിടിക്കും. കണ്ട ബാക്കിയുള്ളത് അടിച്ചു കൂട്ടുക. ദെൻ കവർ ആൻഡ് കുക്ക് ഓൺ ലോ ഫയർ ഒരു 1-1.5 മിനിറ്റ് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 50 സെക്കൻഡ് ആയിട്ടുള്ളൂ. ഇതൊക്കെ കവർ ആൻഡ് കുക്ക് അഗെയിൻ. ഇനി ലാസ്റ്റ് ഇത് ഓൺലി ഓപ്ഷൻ, വെരി ലിറ്റിൽ ഷുഗർ. ഓക്കെ, അല്ലെങ്കിൽ ഒരു ബനാന ഉണ്ട് വെച്ചെങ്കിൽ ബനാന കുക്ക് ചെയ്തതെല്ലാം മതി. കൂടെ വേണമെന്നൊന്നുമില്ല കേട്ടോ, അതൊരു ലേശം പിള്ളേർക്ക് ഇനി ലിറ്റിൽ ബിറ്റ് ഓഫ് എ സ്വീറ്റ്. ഫ്ലിപ്പ് ദാറ്റ്. ബ്യൂട്ടിഫുൾ, ലുക്ക് അറ്റ് ദാറ്റ്. ഇനി ഒരു ലേശം നമ്മുടെ സിനമൺ. സോ യു ഗെറ്റ് എ നൈസ് സിനമൺ ഫ്ലേവർ. ഡൺ ആൻഡ് ഡസ്റ്റഡ്. ലഞ്ച് ഈസ് റെഡി ചേട്ടാ. ഓക്കെ, സോ ദോസ് ഹു ഇൻ ദ മോർണിംഗ് അയ്യോ കുട്ടികൾക്ക് എന്ത് ലഞ്ച് ഉണ്ടാക്കി കൊടുക്കുന്നു ആലോചിക്കുന്നവർക്ക് ഇറ്റ്സ് എ പ്രിറ്റി മച്ച് എ കംപ്ലീറ്റ് മീൽ. 2 മുട്ടയുണ്ട്. സോ ഓൾമോസ്റ്റ് യു ഗെറ്റ് 8 to 10 grams ഓഫ് പ്രോട്ടീൻ. ഇഫ് ദ മുട്ട ഈസ് ബിഗ് then you got a little bit of a carbs and beautiful. And to make it takes only 1 minute. Pinga ഇത് 4 പീസ് ആക്കണം ഡാടാ. ഓക്കെ 4 പീസ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ലുക്ക് ഇൻസൈഡ് കേട്ടോ, പെർഫെക്റ്റ്ലി കുക്ക്ഡ് യോ. ഓക്കെ, ലഞ്ച് റെഡി. ഇന്ന് 2 പേരും നിന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ. നമ്മൾ ബാംഗ്ലൂർ സ്റ്റൈലിൽ നിന്ന്. സെയിമിന്നെയാണ് നീ കഴിച്ച സാധനം തന്നെയത്. നോട്ട കഴിക്കാൻ പറ്റാതെ. ഞാൻ ഡോറ് പൊളിച്ചോട്ടാ. കുട്ടിയുടെ തീറ്റ കഴിഞ്ഞു കേട്ടോ. കുട്ടികളെ സ്മൈ. Good girl, Ira. Good eating, Ira. That's so good. What? There നിന്റെ വെള്ളം ടംബോ. ഞാൻ ക്യാമറ നോക്കാൻ പോയതാണ്ടോ. ഓക്കെ, that's the last one. Good girl. Good girl. And last one. There we go. Good girl, Esme. Good girl ആട്ടാ. അതെ എൻ്റെ ക്യാമറ വലിച്ചോട്ട് പോകണം ആ കുട്ടി. അമ്മ ഈ ഉടുപ്പ് ലുക്സ് വെരി നൈസ് അമ്മ. മാച്ചിങ് വിത്ത് അമുക്തിയാ. അമുക്തി എന്ന് പറഞ്ഞ കടയിൽ നിന്ന് ഗോൾഡ് മേടിച്ച കേട്ടാ ഈ ഉടുപ്പ്. നിന്റെ ലിപ്സ്റ്റിക്ക് നിർത്ത കൊള്ളൂല കേട്ടോ. എൻ്റെ അപ്പുറത്തെ വീട്ടില് ഒരു തീർച്ച മുറുക്കണ ചിര പോലെ ഉണ്ട്. ദാറ്റ്സ് നോട്ട് ഗുഡ്. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഗുഡ് മോർണിംഗ് കണ്ണൂർ. വെൽക്കം ടു ദ ടീം. കണ്ണൂർ പറഞ്ഞാ ഇന്ന് കാലത്ത് ആരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ണൂരിനെ പിന്നെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞിട്ട്. ആണോ? അപ്പൊ നമുക്ക് കണ്ണൂര് മാറ്റാം. കണ്ടു ഈ വണ്ടിക്ക് സെൻസർ ഉണ്ട്, സോ അറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ ലെറ്റിംഗ് മീ നോ എനിവേ. സോ ഇപ്പൊ ഇന്ന് കണ്ണൂരിന് പകരം കോഴിക്കോട്. ഇത് കേരളത്തിൽ ഇനി സ്ഥലങ്ങളൊന്നും ഇല്ലേ അങ്ങതി പറയാത്തത്? ഇടുക്കി പറഞ്ഞു. ഇടുക്കി നമ്മൾ പറഞ്ഞു. ആരോ ഷാർജ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഷാർജ. ഇന്നലെ ഞങ്ങൾ മറ്റൊരു ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതായത് ലുക്ക ചുപ്പി ആ പാട്ട്. ഞാൻ ആക്ച്വലി ആ പോസ്റ്റ് നിന്റെ പേജിൽ ഇടാന്ന് വിചാരിച്ചതായിരുന്നു. ഗോൾഡ് നോടുന്നില്ലേ? ഗോൾഡ് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി പബ്ലിക്കിന് വേണ്ടിയിട്ട്. സബ്സ്ക്രിപ്ഷൻ ആട്ടാ 10 രൂപ. ഗോൾഡിൻ്റെ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നും പിന്നെ ഡ്രസ്സ് എവിടെ നിന്നാണ് മേടിക്കേണ്ടതെന്നുള്ള സകല കുക്കിംഗ്. പൃങ്ങുന് ഇന്നലെ പോപ്കോൺ കുത്തി കയറ്റിയതാ വയറുവേന രാവിലെ. ഡാഡയ്ക്ക് വയറുവേന കരയണില്ലല്ലോ. എല്ലാ തവണയും പോപ്കോൺ തിന്നും. ഇത് തിന്നുമ്പോ ഞാൻ കംപ്ലൈന്റ് ചെയ്യണില്ലല്ലോ. അയ്യോ ഞാൻ വെള്ളക്കൂഴല്ലേ പിടിക്കേ. എന്നെ കൊണ്ട് പോപ്കോൺ പറ്റൂലെന്ന് എനിക്കറിയാം. ബൈ അമ്മ, ലവ് യു, ടാറ്റാ. ഡാഡയ്ക്ക് ഉമ്മയില്ലേ? അങ്ങനെയെങ്കിലും അതിൽ ലിപ്സ്റ്റിക്ക് കളഞ്ഞിട്ട് പോ. ഓക്കെ ബൈ. സോ എന്താണ് പിങ്ങുന് ഇവിടെ ഹോളിഡേ ക്യാമ്പിൽ ഇന്ന് എന്തൊക്കെയുള്ള പ്രോഗ്രാം? സിനിമയാ. വയറുവേന കുഴപ്പമില്ല, അത് മാറിക്കോളും. ഇടയ്ക്കൊക്കെ ആട പറയുന്നത് കൂട്ടാക്കിയാൽ മതി.
And I have a good day. പോപ്കോൺ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ല വെച്ചെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ. ഐ ലവ് പോപ്കോൺസ്. ഈ ചെറിയ സ്നാക്കുകളിൽ വെച്ചിട്ട് ഒരു പക്ഷേ ഏറ്റവും കാലറി കുറഞ്ഞിട്ടുള്ളതും ഒരുപാട് നേരം ഇരുന്ന് കഴിക്കാനും പറ്റിയിട്ടുള്ളൊരു സാധനമാണ് ഈ പോപ്കോൺ. കാരണം കുറച്ച് പൊരിച്ച് കഴിഞ്ഞാൽ തന്നെ വലിയൊരു പോർഷൻ കിട്ടും ഈ പോപ്കോണിൽ നിന്ന്. റിമെമ്പർ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പോപ്കോൺ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ വയർ അപ്സെറ്റ് ആവുന്നുണ്ട് വെച്ചെങ്കിൽ കുറേ ആളുകൾക്ക് എസ്പെഷ്യലി ഇന്ത്യൻസിന് കോൺ ദഹിക്കില്ല. നമ്മൾ യൂസ്ഡ് അല്ല കോണായിട്ട്, ഇതൊക്കെ സൗത്ത് അമേരിക്കൻ സാധനമാണ്, അവർക്കൊന്നും വലിയ കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ ടാക്കോസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ടാക്കോസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കോൺ ബേസ്ഡ് ആണ് അതിൻ്റെ റൊട്ടി വരുന്നത്. ഞാനത് കോൺ തന്നെ പോയിട്ട് മേടിക്കും, കാരണം ആ കോണാണ് ടേസ്റ്റ് ഉള്ളത്. ഭയങ്കരമായിട്ട് ചെമ്മി ഹേർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് അത്, നമുക്ക് ദഹിക്കാത്ത. അതിൻ്റെ കോംപ്ലക്സ് കാർബ്സാണ് അതിൻ്റെ. സെയിം തിങ് പോപ്കോൺ, ഐ കാൺ ടേക്ക് ഇറ്റ് ബട്ട് ഐ ലവ് ഇറ്റ്. അപ്പം വളരെ കുറവേ മേടിക്കും വീട്ടിൽ. ഇന്നലെ പ്രിങ്ങ് അത് ചാടിപ്പോയി മേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അവളുടെ അടുത്ത്, പക്ഷെ അവൾക്ക് തീരെ പറ്റില്ല അത്. ഇന്നലെ പറഞ്ഞപ്പോൾ മറന്നു, ഇന്ന് രാവിലെ വയറ് പൊട്ടിച്ച് കരയുക ഊണ് കഴിക്കാൻ വന്നിരിക്കുന്ന സമയത്ത്. അതാണ് ആ റിമൈൻഡർ. സോ ഇഫ് യു ഗൈസ് ഹാവിങ് ട്രബിൾ ഈറ്റിംഗ് കോൺ, അല്ലെങ്കിൽ കോൺ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അയ്യോ ഭയങ്കര വയറുവേദന എടുക്കുന്നുണ്ടല്ലോ, നമ്മൾ കോണാണ് എന്ന് ചിന്തിക്കില്ല. ആ സമയത്ത് കഴിച്ച ഇറച്ചിയായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആലോചിക്കും, അയ്യോ ഞാൻ ചിക്കൻ കഴിച്ചു തന്നു. കോൺ ക്യാൻ ട്രിഗർ. ഇന്ന് കുറച്ച് മേക്കിട്ടയാ പാപ്പന് ഇന്നാണ് എന്താവോ അവസ്ഥ. അവരവിടെ ഭയങ്കര മഴ പെയ്യുന്ന സ്ഥലമാണ് ഈ ടരനക്കി എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഹണ്ടിന് പോയിട്ടുണ്ട്. ഇന്ന് മഴയുടെ എണ്ണാവോ അവന്. ഇന്നലെ വിളിച്ചു പറഞ്ഞു 2 ആടിനെ കിട്ടിയെന്നൊക്കെ. ഐ മിസ് ഹണ്ട്, ബിസി ഹിയർ. തൊപ്പി മേടിക്കാൻ വേണ്ടി വന്നാട്ടാ. ഞാൻ ഈ കട നിങ്ങൾക്ക് മുന്നേ കാട്ടി തന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ കട എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്കാണ് ഓക്ലാൻഡിൽ ഈ ഒരു കട മാത്രമേ ഞാൻ കാര്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു തൊപ്പി വിൽക്കുന്ന കട കണ്ടിട്ടുള്ളൂ. സി ഓൾ ദീസ് ചീസ് കറീസ്. പിന്നത് നമ്മുടെ കൗബോയ് സ്റ്റൈൽ ഫീമെയിൽസിനുണ്ടെങ്കിലും ഗോൾഡിക്ക് ഞാനൊരു തൊപ്പി മേടിക്കണത് ഞാൻ അവളെ തന്നെ കൊണ്ടുവന്നിട്ട് തന്നെ മേടിക്കണം. ഇതിന് വേണ്ടി ഡെഡിക്കേറ്റ് നമുക്ക് കസ്റ്റമേഡ് തൊപ്പിയൊക്കെ വരെ ഉണ്ടാക്കി തരും കേട്ടോ. നല്ല അടിപൊളി ഒരു കടയാണ്. ഇത് കണ്ട ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വരുന്നുണ്ട്, അതാണ് കുഴപ്പമില്ല. കിഡ്സിനുള്ള തൊപ്പി എല്ലാം ഉണ്ട്. നല്ല കുയിക്ക് ഇങ്ങനത്തെ കടകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ അതേ ഒരു 3 മേടിച്ചിട്ടുണ്ട് ഇവിടുന്ന്. ഇതാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര്, ഹാറ്റ് വോക്സ് ഔട്ട്ലെറ്റ് ഷോപ്പ്, ഇവിടെ ന്യൂലിനിൽ ഓക്ലാൻഡ്. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ അതേ ഈ ഒരു തൊപ്പി എൻ്റെ ഇത് മിസ്സായിട്ട് ഇരിക്കുകയായിരുന്നു കുറേ കാലമായി. ഇത് മറ്റുള്ള കടകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ $200-250 ഈ ഒരു കൗബോയ് കൈൻഡ് ഓഫ് തൊപ്പിക്ക്. ഇവിടെ ഇതിന് $99, $100 ഇതിൻ്റെ വില. ഇതുപോലത്തെ ഒരുപാട് തൊപ്പി ആ കടയിലുണ്ട് കേട്ടോ. ഏത് ടൈപ്പ് ഇതിപ്പോൾ നമുക്ക് മെയിനായിട്ട് ഹണ്ടിന് വെയിലൊക്കെ കൊള്ളാണ്ടിരിക്കാനൊക്കെ ആയിട്ടേ അടിപൊളിയാണ്. അതിനാണ് ഇത് മേടിച്ചത്. എന്താ വീക്കാവും, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരെണ്ണം മിസ്സായിപ്പോയി. ഒരെണ്ണം ഞാൻ ആഫ്രിക്കയിലും വെച്ചു. Nice hat. I love hats. And 4 cheese curries. ഇതെല്ലാം 4 ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ചീസ് കറീസ് ആണ്. ഓക്കെ, ചീസ് കട്ടറിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ പല എൻ്റെ കുറേ ഫേവറേറ്റ് കളറുകളാണ്. പച്ച, ഡാർക്ക് ബ്ലൂ, ബ്ലാക്ക് ഓൾവേസ് പെട്ടെന്ന് തലയിൽ മുടിയുള്ള പോലെ തോന്നും. ബ്ലാക്ക് അല്ലേ, ഗോൾഡൊക്കെയാണ് ഇനി ഒരു തൊപ്പി മേടിക്കണം. ഓക്കെ, ആൻഡ് മൈ ഫേവറേറ്റ് ബ്ലാക്ക് ഫൗണ്ട് വൺ. ഇതിൻ്റെയൊക്കെ വില ഓൾമോസ്റ്റ് എനിക്ക് തോന്നണേ ഇതിന് എത്രയായിരുന്നു, $45. അതിന് $79. ഈ വൂളിൻ്റെനുള്ളതിനാണ് വില കൂടുതൽ. ഇതായിരിക്കും ഏറ്റവും വില പിടിച്ചത്. കണ്ട $89. ഇത് നമ്മുടെ ഷീപ്പിൻ്റെ വൂൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയില്ല. ഓക്കെ, നൗ ലഞ്ച് ടൈം. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ബീഫിൻ്റെ സ്റ്റ്യൂ ഉണ്ടാക്കിയില്ലേ, ആ ബീഫ് സ്റ്റ്യൂട് തരി ബാക്കിയിരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഒരാഴ്ചയായിട്ടുണ്ടാവും. ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ട് ഫുഡ് കഴിക്കരുതിട്ടാ, ക്യാൻസർ വരും. പിന്നെ ചോറ്, ഇതിപ്പോൾ 2 ദിവസമായി. ഇപ്പോൾ ഇത് രണ്ടും ചൂടാക്കിയിട്ട് കഴിക്കാം. കഴിഞ്ഞ ദിവസം നമ്മളൊരു ചിക്കൻ കറി ഉണ്ടാക്കിയില്ലേ, നമ്മൾ പ്രിങ്ങോനെ കൊണ്ട് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മുളക് ഭയങ്കര മണ്ണ് ഉണ്ടായിരുന്നു എന്ന്, അത് ഈ മുളകിൻ്റെ തന്നെയാണ് കേട്ടോ. ഇത് ആക്ച്വലി ഈ മുളക് ഭയങ്കര ഫംഗസ് വന്ന മുളകാണ്. ഇതിൻ്റെയൊക്കെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിറച്ച് കണ്ട ഈ ഫംഗസ് അടക്കമുള്ള മണമാണ് ഈ മണ്ണ് മണം. ഞാൻ ഇന്ന് എന്താ ചെയ്യുക വെച്ചാൽ ഇതൊന്ന് കുതിർത്തിയിട്ടിട്ട് നന്നായി കഴുകിയിട്ടാണ് ഇതിനെ പേസ്റ്റ് ആക്കണേ കേട്ടോ. എന്നിട്ട് ആ മണം ഉണ്ടെങ്കിൽ ഞാൻ അത് ഉപയോഗിക്കില്ലേ. കണ്ട ഇതിൻ്റെ ബാക്കൊക്കെ കണ്ട, വേണമെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് കഴുകാം, എന്നാലും കുഴപ്പമില്ല. ഇതേ നമ്മുടെ ബീഫ് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് നമ്മുടെ ഇന്നലത്തെ പോർക്കിൻ്റെ പീസസിലെ കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് ഉണ്ടായിരുന്നു. നമുക്ക് ആഡ് ദാറ്റ് ഓൾസോ. ലേശം ഫ്ലേവറിന് കുറച്ച് ചേർക്കാം നമുക്ക്. എന്തായാലും ഞാൻ ആഗ്രഹിച്ചല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്നലത്തെ തന്നെ കുറച്ച് ബാക്കി ടൊമാറ്റോ
കൊറിയാണ്ടർ ലീവ്സൊക്കെ പ്രിങ്ങപ്പം കട്ട് ചെയ്തില്ലേ അത് വരെ കിടക്കട്ടെ. നല്ല മൊരിഞ്ഞു വന്നു. ബ്യൂട്ടിഫുൾ സ്മെൽ കമ്മിങ് ഔട്ട്. നല്ല വാരിയുടെ ഇറച്ചി എൻ്റെ മുകളിൽ നെയ്യൊക്കെ നോക്കിയാൽ ചേട്ടാ. നമ്മുടെ മുളക് ഞാൻ ഒരു തവണ കഴുകി ഈ മുളകിൻ്റെ പാത്രം തുറന്നപ്പോഴേക്ക് മനസ്സിലായേ എന്തൊരു മണമായിരുന്നെന്നറിയൂ. സോ മുളകിൻ്റെ മുകളിൽ വരുന്ന ആ മോൾഡ് ക്യാൻ സ്റ്റിങ്ക് ലൈക്ക് എനിത്തിങ്. ഞാൻ എന്നിട്ട് കൈ കൊണ്ട് ഉടച്ച് അത് കഴുകി അടുത്ത ബാച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇപ്പോൾ ഈ വെള്ളം വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് തന്നെ നോക്കിക്കോ, ആദ്യം ഒഴിച്ച വെള്ളത്തിൻ്റെ കളർ തന്നെ കാണണം. ഈ ഇഷ്ടിക പൊടി പോലെയാണ് മുഴുവൻ മുളകിൻ്റെ കളർ ഈ പറയണ കേട്ടോ. അതിൻ്റെ കളർ നോക്കി ഇപ്പോൾ കുറച്ച് എന്താണെങ്കിലും അങ്ങനെ ഒരു സംഗതി ഉണ്ടോയെന്ന് അറിയണമല്ലോ. ആദ്യം ഇടയ്ക്ക് ഇങ്ങനെ പണ്ട് അമ്മ മാവേലി സ്റ്റോറിൽ നിന്ന് മേടിക്കണ മുളക് കഴുകി ഇങ്ങനെ വയ്ക്കുമ്പോൾ പറയും നാറിയിട്ട് വയ്യടാന്ന് പറയും എൻ്റെ അമ്മ. അപ്പോൾ ഞാൻ ഈ അമ്മയ്ക്ക് ഭ്രാന്താണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ഞാൻ എൻ്റെ ലൈഫിൽ പക്ഷെ ഇത് ഡയറക്റ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യണത് ആദ്യമായിട്ടാണ് കേട്ടോ. ഓക്കെ, തല്ലിപ്പൊളി മുളകൊക്കെയാണ് ഇവിടെ പാക്കറ്റിൽ വന്ന് ചീഞ്ഞ് കടയിൽ എത്ര കാലം ഇരുന്നിട്ടൊക്കെയാണ് വരുന്നത്. ഇനി നമുക്ക് ചോറിന് എന്നിട്ട് പവർ നാപ്പ് അത് കഴിഞ്ഞിട്ട് പ്രിങ്ങുവിനെ പോയിട്ട് പിക്ക് ചെയ്യണം. പ്രിങ്ങും കുറച്ച് അച്ചാറ് വൈകുന്നേരത്തേക്ക് ചോറ് ഇടണം. പിള്ളേർക്ക് ഇപ്പോൾ കുത്തിരി ചോറ് മതി. അവറ്റങ്ങൾക്ക് മറ്റേ പച്ചരി ചോറിനേക്കാളും ഇഷ്ടം കുത്തിരി ചോറാണ്. നല്ല അടിയാണ് കുത്തിരി ചോറ്. മലയാളിടാ അല്ലേ, മലയാളിയുടെ ജനസ് കുത്തിരി ചോറുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അത് ജനിക്കുമ്പോഴേക്കുണ്ട് പിള്ളേർക്ക്. പ്രിങ്ങൊക്കെ ചെറുപ്പത്തിൽ എന്തോരം ചോറുണ്ടെന്ന് അറിയാമായിരുന്നു. ഓ മൈ ഗോഷ്, ഈ ജനി ജസ്റ്റ് ലൈക്ക് ദാറ്റ്. Even I can eat ഇത് ഇത്രയ്ക്ക് ചോറ് കേട്ടോ. ഇഫ് ഐ വിഷ് മാൻ ഐ ക്യാൻ ഈറ്റ് ചോറ് ഓൾ ഡേ. നല്ല ടേസ്റ്റ്, നല്ല നെയ്യുള്ള ബീഫാ. കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ 20 ഉറങ്ങിവിടുന്നേ നീക്കില്ല. അച്ചാറും തൈരും വെരി നൈസ്. യാ ദാറ്റ് ടൈം ഓഫ് ദ ഡേ ഇഫ് യു ആസ്ക് മീ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പവർ നാപ്പ് മൊമെൻറ്റ് ഇങ്ങനെ വരിക. ഒരു 40 മിനിറ്റ് ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ഇങ്ങനെ ഒരു ശല്യമില്ലാണ്ട് ഇങ്ങനെ കിടന്നുറങ്ങുക. ഉച്ചയ്ക്ക് രാത്രി പോലെ ഉറങ്ങി എത്ര ദിവസം കിട്ടില്ല. So I have a little nap and I see you guys after that. And I see you with another cooking with പ്രിങ്ങു. പ്രിങ്ങുവിന് 2 ആഴ്ച അവധിയിൽ പരമാവധി കുക്കിംഗ്, അതായത് ബേസിക് കാര്യങ്ങൾ അവളിങ്ങനെ കുറേശ്ശെ പഠിച്ചു വരുന്നുണ്ട്. പക്ഷേ ഒരു ഫുൾ മീലൊക്കെ, അതായത് ഒരു കറി ഉണ്ടാക്കാനൊക്കെ ഇപ്പം ഇങ്ങനെ പതുക്കെ വരുന്നേ ഉള്ളൂ. നമുക്ക് നോക്കി വെക്കാം. അവളുടെ ബർത്ത്ഡേ കമ്മിങ് ജൂലൈ 25th അല്ലെങ്കിൽ 26th ആകുമ്പോൾ നമുക്കെല്ലാവർക്കും അവളൊരു ഫുൾ മീൽ ചെയ്യാൻ പറ്റുമെന്ന് അവളോട് ചോദിക്കണം. അതിന് എന്തെങ്കിലും ഇപ്പോൾ മുട്ട പൊരിക്കുകയാണെങ്കിൽ മുട്ട പൊരിക്കുക, ചോറ്, ഒരു തൈര്, അതായാലും മതി. അപ്പോൾ ദെൻ ദേ വിൽ ഗെറ്റ് എ ഫെയർ ഐഡിയ. ഇഫ് ദേ ഗെറ്റ് ലോസ്റ്റ് സംവെയർ, യു നോ, ഓ ഐ നോ ടു ബൈ ദിസ് തിങ്. ഈ സാധനം ഉണ്ടെങ്കിൽ ഇന്ന സാധനം ചെയ്യാൻ പറ്റും. ബ്രെയിൻ തിങ്സ്. ഇന്നലെ തന്നെ ആ ഒരു പോർക്കിൻ്റെ ലോങ് സൈഡ് കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് ഭയങ്കര പസിളാണത്. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ ഒരു കുട്ടിയുടെ ചിന്തയിൽ അത് വരിക പോലും ഇല്ല. നമ്മളത് 1000 തവണ ചെയ്യണോണ്ടാണ് നമുക്ക് ലോങ്. പക്ഷെ അവരുടെ ബ്രെയിൻ അത് ചെയ്യാത്തത് കൊണ്ടാണ് ഓർമ്മ വരാത്തത്. സോ ഈ സംഭവങ്ങളൊക്കെ റിപ്പീറ്റഡായിട്ട് ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് ഓർമ്മ വരുള്ളൂ. ഈ മുട്ട പൊരിക്കൽ ഈ റിപ്പീറ്റഡ് അവരുടെ തലച്ചോറിലത് കയറണമെങ്കിൽ ദെൻ ലൈക്ക് you cook steak. You go shopping. They don't like it. No kids like it. പക്ഷേ ഇവഞ്ച്വലി അവരെ തലയിൽ കയറും. നമ്മൾ ചെറുപ്പത്തിലൊക്കെ റേഷൻ കടയിലേക്ക് മണ്ണെണ്ണ മേടിക്കാൻ പോയ പോലെ. ഈവൻ ദോ യു ഡോണ്ട് ലൈക്ക് ഇറ്റ്, യു സപ്പോസ് ടു ഗോ. പാരൻസ് വിൽ ഫോഴ്സ് യു ടു ഗോ. നോ അതർ ഓപ്ഷൻ, യു നോ. ബട്ട് വെൻ യു ഗ്രോ അപ്പ് ദെൻ യു റിയലൈസ്, ഓ ഷിറ്റ്, ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെ അവിടെ അത് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇന്നൊരു മണ്ണെണ്ണ എങ്ങനെ മേടിക്കണമെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. വളരെ ചെറിയൊരു സാധനമാണ്. ബട്ട് ദർ ഈസ് നോ അതർ വേ. ദേ ഹാവ് ടു ഡു. സോ ചിക്കൻ കറി ഫോർ ടുനൈറ്റ്. സീ യു. അതുകൊണ്ട് നമ്മുടെ കൗബോയ് ഹാറ്റ് സൂപ്പർ ആയില്ലേ. ഇന്ന് പ്രിങ്ങുവിനെ സർപ്രൈസ് ആയിക്കോട്ടെ വെച്ചിട്ട് ഹാറ്റ് വെച്ചിട്ട് പോകാൻ വിചാരിച്ചു. ഒരു കുതിരയും കൂടി വേണ്ടതായിരുന്നു അല്ലേ. ഷുഡ് ഗെറ്റ് എ ഹോഴ്സ്. ഓൾവേസ് ഗുഡ്. A horse can give you a little bit of a look. Wasn't it? Cool, eh? നമ്മളൊരു ക്ലിൻ്റ് ഈസ്റ്റ്വുഡ് ഫാനാണ് കേട്ടോ അല്ലേ. കണ്ടിട്ടില്ലേ? ദ ഗുഡ്, ദ ബാഡ്, ദ അഗ്ലി. എന്തൊട്ട സാധനമല്ലേ. ജോണി വാക്ക് ബ്ലാക്കിലൊക്കെ മമ്മൂട്ടി പറയുന്നില്ലേ, പുള്ളി ഇതുപോലെ ഡ്രസ്സ് ഇട്ടിട്ട് വരുമ്പോൾ പറയുന്നുണ്ട് നമ്മൾ ക്ലിൻ്റ് ഈസ്റ്റ്വുഡ് ഫാനാണ്. ഇപ്പം അമ്മയുണ്ടെങ്കിൽ ഈ പണ്ടരകാലിന് ഉച്ചയ്ക്ക് പ്രാന്തളകിയ ഇതെഞ്ഞാണ്ടാ പറയണേ നമുക്ക് നാട്ടപ്പരാന്താന്ന്. സ്കൂൾ എങ്ങനെയായിരുന്നു? ഇപ്പം ഇങ്ങോട്ട് പോരണ്ട, അവിടെ നിൽക്കുക. എന്തിനെ കൊണ്ടുവരാൻ വന്നേത്രേ?
പിന്നെ അവിടെ നിന്നാൽ മതിയല്ലേ, 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി കുട്ടി വീട്ടിലേക്ക്. ഐ ഹാവ് നോ ഇഷ്യൂസ് ആക്ച്വലി. സോ we can have a little peace. Eh? Oh, so you don't want any help? Huh? You don't want any help? No. Oh, then you're good. Okay, you stay here then. Give it to me. I look more like cowboy. You want one? I can buy one for you. Yes. You want a cowboy hat? Yes. Okay, I'll get one. This is mine. Nice. Let me try it. I think I'll look better on it. Am I look smart in it or what? No, you don't. Nah, that's not good, eh? Ow, my hair. അത് ആ ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. I take a photo of you when we get home. My jeans? Yeah. You don't know how to ride horse though. Wow, wow, wow. Wow, wow, wow. I might know, like already skilled. Yeah, you need to learn though. So you had a good day up at the school? How was the movie? It was good. എന്തായിരുന്നു മൂവിയുടെ പേരെന്തായിരുന്നു? Minions and Monster. Minions and Monster ആണ് കണ്ടേ? Oh yeah. So no movie tonight then at home. ഈ പണ്ടത്തെ കാര്യം എനിക്ക് പറഞ്ഞാലും. Okay. So you have to make an easy chicken curry when we get home. Curry? Curry, chicken curry. അങ്ങനെ ഇരുന്നോട്ടാ, ഞാൻ ഒരു ഫോട്ടോ എടുക്കാം. 3, 2, 1 go. ആ സിനിമ ഷോട്ട് ഷൂ ഒക്കെ വെച്ചിട്ട് ഇറങ്ങണ അടി കൊള്ളാം. ഇതിൻ്റെ ഒപ്പം കൊള്ളാട്ടാ. പക്ഷെ തൊപ്പി കുറച്ച് വലുപ്പം കൂട്ടിയിട്ട് ആടേരെ. ഞാൻ പറഞ്ഞ വേറെ മേടിച്ചുതരാം. ആ ബാഗ് മാറ്റിയിട്ട് ഇവിടെ നിൽക്കിട്ട് ആടെ ഒരു ഫോട്ടോ എടുത്ത് തരാം. ഓ മൈ ഗോഷ്, വാട്ട് ഈസ് ദിസ്? ബാഗ് അവിടെ വെക്കുക, അത് മറ്റേ പാട്ട ഉറക്കിയുള്ള പോലെ ഉണ്ട്. If you are not I'm letting you go. I won't be your backup call. ഞാൻ നമ്മുടെ ചില്ലി മൊത്തം എടുത്ത് കളഞ്ഞു കേട്ടോ. ഞാൻ ഈവൻ ദോ വാഷ് ചെയ്തിട്ട് പോലും ആ ഫംഗി സ്മെല്ല് ഈ ചില്ലിയുടെ മുകളിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. സ്റ്റിൽ സ്മെൽ ദറ്റ് ഷിഡി സ്മെൽ. ഐ ഡോണ്ട് നോ, ഐ നെവർ എക്സ്പീരിയൻസ്. നിങ്ങളൊക്കെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിച്ചെങ്കിൽ പറയണം. ഞാൻ അതുകൊണ്ട് കുറച്ച് ബേഡഗി എടുത്തിട്ട്, ബേഡഗി എന്ന് പറഞ്ഞ ചില്ലിയില്ലേ, ഇതെടുത്തിട്ട് കുതിർത്തി വെച്ചു. സോ വി ക്യാൻ യൂസ് ദിസ് ഫോർ കറി. ഗുഡ് ആഫ്റ്റർനൂൺ മാം, ഹൗ ആർ യു? ഞാൻ ആക്ച്വലി കുക്ക് ചെയ്യാൻ ഞാൻ സമയം നോക്കിയപ്പോഴേ 4:20. ശരിക്ക് മോൻ ഇപ്പോഴാണ് പിങ്ങുനെ പിക്ക് ചെയ്തേ? പിങ്ങുവിനെ പിക്ക് ചെയ്യാൻ ഞാൻ പിങ്ങു പറഞ്ഞു കേട്ടാ. ഞാൻ ഇല്ലെന്ന്. അവൾക്ക് അവിടെ നിൽക്ക, അവിടെ സാത്തും ഞാനും എല്ലാരും ഉണ്ടല്ലോ. സാത്തും ഉണ്ടായിരുന്നോ? സാത്തും ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു, എല്ലാരും ഉണ്ടായിരുന്നു. ആ അപ്പൊ അവൾക്ക് വരണ്ട. ഞാൻ പറഞ്ഞു ഇന്ന് നീ ഒരു കാര്യം ചെയ്തോ, നീ 2 ആഴ്ച അവിടെ തന്നെ കിടന്നു തുടങ്ങിക്കോളെ, സൗകര്യായി. അപ്പൊ എന്നോട് പറയാം നിനക്ക് സഫറാവത്ര, നീയേ ഇവളാണല്ലോ ഇവിടുത്തെ എല്ലാ പണി എടുക്കണേ. ഞാൻ നിനക്ക് തൊപ്പി മേടിക്കണം എന്ന് വിചാരിച്ചാ, പക്ഷെ നിനക്ക് ഏത് തൊപ്പി മേടിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായി. അതുകൊണ്ട് നിന്നെയും കൊണ്ട് ദിവസം കൺഫ്യൂഷനിലേക്ക് പോവാം. സെയിം സ്പോട്ടിൽ നിന്ന് എന്റെ സ്കൈ നല്ല രസമല്ലേ? ഈ ഫ്രെയിം ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ. മഞ്ഞ മഞ്ഞ മഞ്ഞ, പർപ്പിൾ പർപ്പിൾ പർപ്പിൾ, നൈസ് കോൺട്രാസ്റ്റിംഗ് കളേഴ്സ്. മഞ്ഞ മഞ്ഞ ബേബി, ബേബി ഇന്ന് വീണു. അവിടെ ബേബി ഇവിടെ ഒരു പാടുണ്ട്. ഓ അതിനെ നോക്കി പേടിപ്പിക്കുമല്ലോ ഇപ്പൊ. ആ കൊച്ചു പേടിച്ചു. എന്തോ തരാൻ പറയുന്നുണ്ട്. എടാ കുട്ടി മാമു കൊടുക്കാൻ വെച്ചിട്ടുണ്ടെന്ന്. നല്ല മൂട. ഇന്ന് രാവിലെ ഈ പണ്ടത്തിൽ കളിപ്പിക്കായിരുന്നു. എന്റെ കുട്ടികൾക്ക് 2 തൊപ്പി ഓടിക്കണ്ടേ? കൗബോയുടെ തൊപ്പി പോയിട്ട് തലേമ ഒരു സാധനം വെക്കാൻ സമ്മതിക്കില്ല. അല്ല ഏറമ്മ, അച്ഛമ്മേ കൗബോയിന്റെ തൊപ്പി മേടിക്കണം നിനക്ക്. എല്ലാത്തിനും ഇപ്പൊ പറയുന്നുണ്ട്. എന്റെ കടക്കണ്ണിനയോ ഏമത്തിന് മുന്നയോ എട് സുന്ദര രാത്രിയോ സുമംഗലി പെണ്ണെ നിന്റെ കണ്ടപ്പോ തൊട്ടേ പുണ്ണേ. ഷൂ ആക്കിയിട്ടിടാൻ തൊപ്പി മേടിച്ചത്. എനിക്ക് കണ്ടിങ്ങിന് പോവാൻ തൊപ്പിയില്ലടോ. മാത്രല്ല ഞാൻ ജോണി വാക്കറാ. ഞാൻ അകലെ പോയ സാത്താനെ ദൂരെ പോ. ഓ യു ലുക്ക് ലൈക്ക് എ കൗ ബുൾ. ബഫല്ലോ ബുൾ. It's bloody assault. ഇല്ലേ? My. ഞാൻ ചുമ്മാ ഇറങ്ങിയ മോനെ, ഒരു തമാശ വേണ്ടേ? This is not a joke. This is honest. It's a proof right there. This is what happening in my half of my life. And man is a victim. already. Jeannie, ഒരിക്കൽ വിശക്കണവരെല്ലാവരും വരുന്നുണ്ട് ഇവിടെ. Okay, ingredients please. Okay, what is it? Chicken curry. Okay, grab the stuff now. Remember. Idelle. Yeah, that's chicken. Yeah.
ഇനി ടോക്ക് കിട്ടാ, ടോക്ക് ചെയ്തില്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. Some chicken. ഓക്കെ. We've got 1 and 2 chicken. അതൊന്നും പറയണ്ട. ബാക്കി ഗാർലിക്. ബ്യൂട്ടിഫുൾ, ദാറ്റ്സ് നൈസ്. അത് ലെഫ്റ്റ് ഓവർ ഉപയോഗിക്കാം. ഓക്കെ, വാട്ട് ഈസ് ഇറ്റ്? ടൊമാറ്റോസ്. ടൊമാറ്റോ നമുക്ക് ശരിക്കും ഒരെണ്ണോണി വേണം. എടുത്തോ, ഒരെണ്ണോണി വേണ്ടി വരും. ഓക്കെ, ദാറ്റ്സ് ദ തിങ്. സോ വെൻ യു സീ തിങ്സ് യു റിമെമ്പർ. അതിൽ അണിയൻ ഇരിപ്പുണ്ട്, അപ്പോൾ അണിയൻ എടുത്തോ. ഗാർലിക്കിൻ്റെ ഒപ്പം നീ ഒരു ഇൻഗ്രീഡിയൻറ്റ് മറന്നിട്ടുണ്ട്. 2 തിങ്സ് കറിയിൽ ഒരുമിച്ച് പോവുക. ഗാർലിക് ആൻഡ് Ginger. ഓക്കെ. see, there we go. grab the ginger. അവിടെ ഉണ്ട് ജിഞ്ചർ, അവിടെ ഉണ്ട്. കുക്കർ ജിഞ്ചറിനൊപ്പം ചേർക്കാളാ. 2 മാപ്പു നൽകു മഹാമുന്നേ. ജിഞ്ചർ ഓൾവേസ് ഇത്ര പോകുന്നൊരു ഫിംഗർ സൈസ് മതി. സോ ഇതുപോലത്തെ ഒരു പൊട്ടൽ കണ്ട ഇങ്ങോട്ടാഞ്ഞോണി പോലെ ഇരിക്കുന്നുണ്ടല്ലേ. That's all you need. അവരെന്നോട് എടുത്തോ. എത്ര പോകുന്നത് ഇവിടുത്തെ കണ്ട. സി ദിസ് വിൽ ഡു. ഇന്ന് നമുക്ക് സ്പെഷ്യൽ കട്ടിങ് സ്കില്ലൊന്നും വേണ്ട, ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് ഫുള്ള് റഫായിട്ടാണ് കേട്ടോ. പിങ്ങ കത്തി കെയർഫുൾ. റഫ് മീൻസ് യു ക്യാൻ ഡു ഹൗഎവർ യു വാണ്ട്, ലൈക്ക് റഫ്ലി ചോപ്പ് ബ്ലാ ബ്ലാ ബ്ലാ, ദിസ് ചോപ്പ് ബ്ലാ ബ്ലാ ബ്ലാ, ജിഞ്ചർ ബ്ലാ ബ്ലാ ബ്ലാ, ഗാർലിക് ഡോൺ കട്ട്. എല്ലാം കൂടി പാനിലിടുക, കടുക് വറ മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്യുക, ദെൻ യു പുട്ട് ദ ചിക്കൻ ഇൻ ടു ഇറ്റ്. ഈസി. ഓക്കെ, സോ യു ക്യാൻ ഡു ഇറ്റ് ഹൗഎവർ യു വാണ്ട്. പറയേ കുട്ടികളെ, നിങ്ങൾ ഉള്ളി കട്ട് ചെയ്യണം എന്നൊക്കെ പറയേ. ഇത് പണീൻ്റെ. I'm gonna do some. So before you do that, see what you doing at the moment. ഈ ചോപ്പിംഗ് ബോർഡ് എംപ്റ്റി ആക്കണം. കത്തി നേരെ പോട്ടെ, കത്തി ചെരിഞ്ഞാണ് പോണത്. കെയർഫുൾ. അവൾക്ക് കുറച്ച് ഉയരം കൂടുതലാണ്. What's that? ഇനി നീ അത് അങ്ങനെ കട്ട് ചെയ്യണ്ട. ഓൾറെഡി നീ ഇത് കട്ട് ചെയ്തില്ലേ റഫ്ലി. റിമെമ്പർ, നമ്മൾ ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്യാൻ പോവാ. സോ however even if it is a little bit bigger ആണെങ്കിലും നീ ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത് ഓക്കെ ആവും. Now tomato. That's the one. Beautiful. See, knife skills improve ആവണം കണ്ടോ നിന്റെ. നൈഫ് സ്കിൽസ് ഇമ്പ്രൂവ് ആവുന്നതിൻ്റെ കൂട്ടത്തിൽ വിരൽ കട്ടായി പോകാനുള്ള സാധ്യത ഇമ്പ്രൂവ് ആവും കേട്ടോ. അമ്മ അവിടെ നിന്ന് നോക്കുക കണ്ട, അമ്മയ്ക്ക് പോലും കുക്ക് ചെയ്യാൻ അറിയില്ല, നീ കുക്ക് ചെയ്യുന്നു. വേലക്കല്ലേ പൊടത്തെണ്ടീന്നാ കൂ വെച്ചിട്ടാ വിളിച്ചേ. കൂന്നാ പറഞ്ഞേ. കൂന്ന് വെച്ചെങ്കിൽ അപകടം ഉണ്ട് കേട്ടോ. ഗോൾഡുള്ള കാര്യം പറഞ്ഞേക്കാം. സെയിം. ദാറ്റ്സ് ദ വൺ. ബാക്കിലേക്ക് വലിക്കേ, ഫുൾ കട്ട് വീഴാൻ. ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് വലിക്കേ. കണ്ട. നൗ ഈ ജിഞ്ചർ 2-3 കഷ്ണമാക്ക്. ജിഞ്ചർ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം. കട്ട് ചെയ്യേണ്ട കാര്യമില്ല, കത്തി മുകളിൽ വയ്ക്കുക. ഒറ്റ I've seen you do that before. സാരല്ല, ഒക്കെ പഠിച്ചോ. കൈയൊക്കെ ഗോ ഹാർഡ്. പ്ലും ചതയണില്ലോ. ഒക്കെ വേനൊക്കെ എടുക്കും. ദാറ്റ്സ് ദ വേ യു ലേൺ. വൺ മോർ ടൈം. സി 5-6 ഗാർലിക്. Any? 5-6 ഒരു ഹാൻഡ് ഫുൾ. അത് ദാറ്റ്സ് ടു മച്ച് ഹാൻഡ് ഫുൾ. എടുത്തോ. അത് കട്ട് ചെയ്യണമെന്നില്ല. ഇതെല്ലാം കൂടെ സി ഒന്ന് പറഞ്ഞേ, ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞ എന്തൊക്കെയുള്ളത്. So കത്തി നിലത്ത് വെക്കി. onion, tomato, garlic. That's okay. Ginger, garlic. Okay, beautiful. അമ്മ എന്താ കളിക്കുക? അമ്മ ഇവിടെ വിപ്പ് ക്രീം ഒക്കെ ഉണ്ടാക്കി കളിക്കട്ടോ. Thank you. Cream ആണെന്നാ. ഇത് മധുരം ഇല്ലാത്തതാണേ. ആദ്യം എന്നിട്ട് പറഞ്ഞേ ഗാർലിക്കാ. Garlic and ginger. Actually you can add all together at once, or you can add onion, ginger, garlic. കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം ടൊമാറ്റോ ആഡ് ചെയ്യാം. അമ്മ ഡിസൈഡ് വിപ്പ് ക്രീമും ബെറീസും. ഇത് പിള്ളേർക്ക് കൊടുക്കാനാ? ബെറീസ് കൊടുക്കാൻ പറ്റില്ല. എന്താ കുട്ടിക്ക് താല്പര്യമില്ല. കുമാരി കൽപ്പം. അവള് വിചാരിച്ച് കൊള്ളില്ല. ഓക്കെ, അപ്പോൾ ഇതിവിടെ കുറച്ച് സ്ലോയിൽ ഇരുന്നിട്ട് കുക്ക് ആവട്ടെ. മീൻ ടൈം നമുക്ക് സമയം വേസ്റ്റ് ചെയ്യണില്ല. യൂണിറ്റ് കട്ട് ചിക്കൻ ആവും. ക്രീം കുറച്ച് തരാമോ? വേണ്ട, കൊടുക്കണ്ടേ. ഷുഗറില്ല. താങ്ക് യു അമ്മ, കുക്കിംഗ് സോ ഗുഡ്. എനിക്ക് ആ ക്രീം തന്നെ, ക്രീം മാത്രം. ഞാൻ വെറുതെ പറഞ്ഞു എപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയാലേ ഞാനല്ല പറഞ്ഞു. നീ ചിക്കൻ കട്ട് ചെയ്യും. അത് വേണ്ട. ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ പ്രെഡി മച്ച് ഈവൻ ആയിട്ട് കട്ട് ചെയ്തോളൂ ചിക്കൻ മാത്രം. ഓക്കെ, സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യരുത്, ഒരു സൈഡിൽ നിന്ന്. ലൈക്ക് ഇന്നലെ പോർക്ക് കട്ട് ചെയ്ത പോലെ. നോട്ട് ദാറ്റ് സ്മോൾ. വെന്ത് അടഞ്ഞു പോകും. 4 ആ തിക്ക് ഉണ്ടായിക്കോട്ടെ. All the way down. All the way down. That's the one. Beautiful. All the way down. All the way down. That's the way you cut the meat. ഇനി അതിനെ ഒരു ഹാഫും കൂടി ആക്കണം. അങ്ങനെയല്ല അതർ വേ, ഇന്നലത്തെ പോലെ വെർട്ടിക്കലി. അത് കുഴപ്പമൊന്നുമില്ല, കുറച്ച് ചെറുതൊന്നും കുഴപ്പമില്ല. നീ ഒരു ഓൾമോസ്റ്റ് വരണം. That's the one. Thank you. അങ്ങനെ ഇത് ഫുൾ ചിക്കൻ കട്ട് ചെയ്യണം കേട്ടോ.
Yeah, ഇപ്പം നീ ചെയ്ത പണി നോക്കി ആ കൈ കൊണ്ട് വീണ്ടും തൊട്ടു. So that's the problem. You need to be careful. You play around with only one hand. Yeah, now you need to wash your hand. That one, ലെഗിന് കൈ ഇതാവും. Okay. And repeat the process. See, ഇതേപ്പോൾ നിന്റെ ഉള്ളി ഓവറായിട്ട് വെന്തു. And nice and slow, tip it in. No, you don't need this. Why you need this? When you can tip it. Nice. Keep closer. അല്ലെങ്കിൽ ഓയിലിൻ്റെ മുഖത്തേക്ക് തെറിക്കും. Keep closer. Yeah, down, more down. ഇനി ഇതിൽ എന്താ ആഡ് ചെയ്യേണ്ടത്? നമുക്ക് കുറച്ച് മുളക് ആഡ് ചെയ്യണം. നല്ല എരിവുണ്ട് കേട്ടോ ഈ മുളക് ഒരുപാട് വേണ്ട. നമുക്ക് ചിക്കൻ ഇല്ലാത്ത കൈ കൊണ്ട് ഒരു 6-7 മുളക് എടുക്കുക. അതിൻ്റെ ഹാഫ് ഇട്ടോ അങ്ങനെ എണ്ണൊന്നും വേണ്ട, നീ ഇട്ടോ. ഒരു അപ്രോക്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇട്ടോ അയ്യോ അത് മതി, ഇത് വേണ്ട, ടു ഹോട്ടാണ്. ഇത് അവിടെ കിടന്നത് നൈസായിട്ട് കുക്കാവട്ടെ, എന്നിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യണം തണുക്കുമ്പോൾ. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഇത് നോക്കിട്ടാ 2 ആൾക്കാർക്ക് ഇന്ന് TV കാണണം. എത്ര അടുത്ത നാട്ടിൽ കൊണ്ട് അമ്മമാരാണ് എന്തൊക്കെയാണെങ്കിൽ ഇത്ര അടുത്ത് തന്നെ TV കാണണ കണ്ണ് കോങ്ങണ്ടാവട്ടാന്ന് പറയും. ഏരാ യശ്മേ അവിടെ നോട്ടെ, വിളിക്കണ്ട, ഭയങ്കര ഇൻട്രസ്റ്റിലാണ് കാണണേ. പിഗി എന്തൊരാണോ. ബ്യൂട്ടിഫുൾ കട്ടിങ് സ്കിൽസ് സുപ്രിങ്ങ. ഓഫ് കോഴ്സ് യു ആർ വെരി ഗുഡ്. ഹൗ വാസ് ദ ഫീലിംഗ് ദോ? ഹൗ വാസ് ഇറ്റ്? Good. ഗുഡാണോ? കൈ വേദന എടുക്കണ്ട? No. ഓക്കെ ആണോ? Yeah. ഇതേ ഇപ്പം നമ്മുടെ മസാല അവിടെ ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. നമുക്കത് മിക്സിയിലിട്ടൊരു ബ്ലെൻഡർ ചെയ്യണം. അതിൻ്റെ ഒപ്പം നമുക്ക് എന്താ ചെയ്യണേ, ഈ മല്ലിയില ഇടണം അതിൽ, എന്നിട്ട് വേണം ബ്ലെൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ വാഷ് യുവർ ഹാൻഡ്സ് പ്ലീസ്. I think I'll just take with me. മൊത്തട്ടോ. All of it. മൊത്തട്ടോ. അത് ഇതിലേക്ക് ഇടണം. അത് പിന്നെ ചെയ്യാം, ഇത് വലിച്ചിട്ടോ ലാസ്റ്റ് നീ ഇഞ്ചിൻ ഡ്രോപ്പ് ആവും. ഞങ്ങളുടെ അടുത്ത കൗ ഗേൾ വന്നിട്ടുണ്ട് ഇവിടെ. കോപ്പിലെ കൗ ഗേൾ പോക്കോ, അമ്മേനെ കൂടെ എക്സസൈസ് ചെയ്യാൻ പോക്കോ. അപ്പോൾ കണ്ട മിക്സ് ആവണില്ല. then you need to bring, turn it off and bring it up. Press it again. That's the one. No, ഫസ്റ്റ് ഈ മസാല അതിലേക്ക് ഇടണം. അതിൽ കുറച്ച് എണ്ണ ഒഴിക്കണം നമുക്ക്. അപ്പോൾ ആ മസാല അങ്ങോട്ട് ഇട്ടോ. നൈസ്ലി ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്തു അത് ബ്ലെൻഡ് ഫുള്ളാക്കാനായിട്ട്. കുറച്ച് സ്കില്ല് വേണം. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി അതിൽ കുറച്ചില്ലേ ചാറ് നോക്കിയേ, അത് നമുക്ക് കുറച്ച് ഒരു വെള്ളമായിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, പരമാവധി നീ ബാക്കിയുള്ളതൊക്കെ അതിലേക്ക് വലിച്ചിട്ടോ. Can you tell me what you missing in it now? സോൾട്ട് ഉണ്ട്. വേറെ എന്താ മിസ്സായിട്ടുള്ളത്? മെയിൻ സാധനം എന്തിട്ട് ഒരു സാധനം മിസ്സായിട്ടുള്ളത്? വാട്ട് യു തിങ്ക്? ഇന്ത്യനിൽ എന്താ മിസ്സായിട്ടുള്ളത്? വാട്ട് ഈസ് ഇന്ത്യൻ സ്പെഷ്യൽ ഫോർ ഫുഡ്? വണ്ടിയിലിരുന്നപ്പോൾ നീ ആദ്യം പറഞ്ഞത് അതായിരുന്നു. ചിക്കനാ? ബാക്കി എന്താ ഇംഗ്ലീഷുകാർ ചിക്കൻ അല്ലേ തിന്നുന്നത്? ചിക്കൻ്റെ ചിറകണോ? വണ്ടിയിൽ ഇരുന്നിട്ട് ചിക്കൻ കഴിഞ്ഞിട്ട് നീ ആദ്യം എന്താ പറഞ്ഞേ? ഫസ്റ്റ് പറഞ്ഞ സാധനമാണ് നീ ഇതിൽ മിസ്സായിട്ടുള്ളത്. Masala. അതല്ലേ നീ ആദ്യം പറഞ്ഞേ? So you need spices, masalas. നമ്മളതിന് ഒരു സാധനം ഒരു സ്പൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാന്ന് ഓർക്കണ്ട കുട്ടി? The chili. ചില്ലി നീ ആഡ് ചെയ്തിട്ടുണ്ട്. Now you have a little bit of a garam masala വേണം. മഞ്ഞപ്പൊടി never put അത്രയ്ക്കും. മഞ്ഞപ്പൊടി we always say a pinch, ഒരു നുള്ള്. എടുത്തോ. അതിട്ടോ കുഴപ്പമില്ല. പരത്തിയിടല്ല, ഈ ഇതിൻ്റെ മുകളിലേക്ക് വീണത് പിന്നെ എനിക്ക് ആക്കാൻ പറ്റില്ല. സോ നമ്മൾ ഒരിക്കലും സ്പൂണിൻ്റെ മുകളിൽ ഇടരുത് കേട്ടോ, മസാലയിൽ ഇടണം. ഓക്കെ, ഇനി ഗരം മസാല ഇടും. മതി, മഞ്ഞൾ മതി. ഗരം മസാല ഒരു ഹാഫ് എടുത്തതിനെ കുറച്ചും കൂടെ എടുത്തോ. നമ്മൾ മുളക് ഓൾറെഡി ചേർത്തു. മല്ലിക്ക് നമ്മൾ ഫ്രഷ് മല്ലി ചേർത്തു. ഗരം മസാല can I live very little bit more? അതിൽ മതി. that would do. ഇനി അത് ഇളക്കിയേ. That's the one. Now, can you repeat what we did today? Now, all the way ഇതുവരെയൊക്കെ എന്താ ചെയ്ത്? Chicken. We used chicken, garlic, tomato and onion. Now you missed. Every time when you say Indian food garlic nu parna, next thing you need to say what? Ginger. You missed ginger. See, that's the way you remember. Ginger, garlic. So you never miss it. Okay? Ginger, garlic, onion and tomato. We cut them all, put them in the pan, and then we let it stay there. Then we went and cut the chicken. After that, we came back to this, take it out, and then we put for mixing. And then it turned into blend this. Idu, And then we put it in here. And then we use this. Spices. And this. Garam masala. Now the sauce is getting ready. Now you add the chicken in it. Okay. Should I put it here? Easy chicken curry. See what happened now? You still stirring the tomatoes and turmeric കണ്ടോ അതിൻ്റെ മുകളിൽ ഇരിക്കണേ? പിന്നെ ഒരുപാട് ഈ സൈഡിൽ പറ്റിക്കരുത്, അത് കരിഞ്ഞു പോകും.
So try not to go all the way around here. Try nice and ബോട്ടത്തിൽ ഇങ്ങനെ കീപ്പ് ചെയ്യണം ഇതിനെ. Okay? Now you need to add a little bit of a butter also. So you get nicely brown ആയിട്ട് വരും ബട്ടർ ആഡ് ചെയ്യുമ്പോൾ. Take a good scoop, a big scoop എടുക്കുക. Yeah, that's the one. Tick tick tick. Or you can ചാറിൽ മുക്കിയാൽ മതി. സാരില്ല. Don't use your finger or anything. So what are you going to do with this now? Now you can't touch it anywhere. No. It's not hot. It's not hot. It's not hot, ra. It's not. ഞാൻ നിന്നോടല്ലേ പറയണേ. തൊട്ടിരിക്കുന്നു ഇവിടെ. അപ്പോൾ നീ അത്രയും സ്പീഡ് മാറ്. ഇങ്ങനെ ആക്കുക ചെയ്യുക കണ്ട. അതാണ് അപ്പോൾ ബട്ടർ കയ്യിൽ പറ്റിച്ചിട്ടുണ്ട്. യു ട്രസ്റ്റ് മീ. നൗ ഇതാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ബട്ടർ അതിലേക്ക് വീണില്ല വെച്ചെങ്കിൽ ഈ സോസിൽ ഇങ്ങനെ ആക്കുക. അപ്പോൾ ബട്ടർ അതിലേക്ക് റിലീസ് ആവും. മനസ്സിലായോ? സി ഇതിൽ ബട്ടർ ചേർക്കുന്നതോറും ഇത് ബ്രൗൺ ആയി വരും. കണ്ട. നൗ യു ആഡ് ദ ചിക്കൻ. യാ കീപ് ക്ലോസ് ആയി. കയ്യിൽ മുകളിൽ മസാല തെറിക്കൂട്ടാ. യാ അമ്മ അവിടെ മറ്റേ ഇരുമ്പോലൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെയുണ്ട്. ഒരു കൈ മതി ഇതാ. യാ ക്ലോസ്. യാ സി ഇതിൽ കുറച്ച് ചാറ് വേണം നമുക്ക്. വെള്ളം. ഇൻസ്റ്റെഡ് ഓഫ് വെള്ളം വി ഹാവ് എ ചിക്കൻ സ്റ്റോക്ക്. അതെന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇതിലിട്ടൊരു ബ്ലെൻഡ് ചെയ്യണം അതിനെ. അപ്പോൾ എന്തുണ്ടാവും? ഈ സോസ് എല്ലാം നമുക്ക് കിട്ടും. മനസ്സിലായാ? അത് സ്റ്റോക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം. ഒഴിച്ചോ? എനിക്കിഞ്ഞ് ഒഴിച്ചോ? ഇനി മിസ്സിങ് വൺ മോർ സ്റ്റഫ്. ചിക്കൻ കറിയിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറി ബിക്കം ലൈക്ക് എ ലക്സ കേട്ടോ. ഇനി ഒരു സാധനം നീ മെയിൻ സാധനം മിസ്സായിട്ടുണ്ട് കേട്ടോ. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം അറ്റ് ലാസ്റ്റ് വി ഡു വൺ തിങ്. വാട്ട് ഈസ് ദാറ്റ് തിങ്? യെസ്, സോൾട്ട്. ഇനി പതുക്കെ ഇളക്കണം, അല്ലെങ്കിൽ തെറിക്കൂ കേട്ടോ. സൈഡിൽ നിന്ന് വേണം ഇളക്കാനായിട്ട്, അല്ലെങ്കിൽ തെറിക്കൂ. കണ്ട അടി പിടിക്കുന്നത് കണ്ടാ? സ്റ്റിക്ക് ആവരുത് ഒരിക്കലും. അപ്പോൾ വെള്ളം എല്ലായിടത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്റ്റിക്ക് ആവില്ല. എന്നിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഓക്കെ. ആ ഭാഗം ഇളകിയിട്ടില്ല ഫ്രണ്ടിൽ. നൈസ് കറി, ലുക്സ് നൈസ് കളേഴ്സ്. ഇനി അതിൽ ഉപ്പിട്ടോ. മുട്ടയിൽ ഉപ്പിടുന്ന പോലെ തന്നെ. അത്ര പോരാ. ലാസ്റ്റ് കീപ് ഗോയിങ്. യു മേ ബി നീഡ് ലിറ്റിൽ ബിറ്റ് മോർ. അത് മതിയാവും. ഇളക്കിക്കോ. കുറച്ചുകൂടി ഇളക്ക്. ദാറ്റ്സ് ദ വൺ. യു നീഡ് ടു ഹോൾഡ് ടൈറ്റ്ലി, അല്ലെങ്കിൽ അത് തട്ടിപ്പോവും. എന്നിട്ടൊരു മീഡിയം തീയിൽ അത് എന്ത് ചെയ്യണം? അടച്ചു വെക്കണം കേട്ടോ. ദാറ്റ്സ് എ ഗുഡ് തിങ്കിങ്. കറി ലീവ്സ് നമ്മൾ മറന്നിരുന്നു. put the curry leaves. Beautiful. Can I mix a little? Can I mix a little? കുറച്ചൊന്ന് മിക്സ് ചെയ്തോ. എന്നിട്ട് അടച്ചു വെച്ചോ. Okay, thank you. Wash your hands. Need to clean the kitchen now. Okay? പിന്നെ ലിഫ്റ്റ് ചെയ്തോട്ടാ. ഇനി കിച്ചണിലെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി ഫുൾ ഓൺ. ടൈഡ് നോക്കൂടേ. See how is you doing? അല്ലേ? എത്ര തവണ പൊക്കിയത്? ഇനി 50 ബൾഗേറിയൻ സ്പ്ലിറ്റ് സ്ക്വാറ്റ് കേട്ടോ. സാറല്ല. The things you don't like makes you more tougher. പിന്നെ ഇത് ലിഫ്റ്റ് ചെയ്യണ്ട. ഇന്ന് ലൈറ്റ് വെയിറ്റ് ചെയ്താൽ മതി. 32 കിലോ ചെയ്താൽ മതി. ലിഫ്റ്റിംഗ് മേക്ക് യു സ്ട്രോങ്. യുവർ ആംസ്. നീ 50 അത് ചെയ്യുമ്പോൾ നീ 50 ലിഫ്റ്റ്. ഇറനി അസ്മേനയും കൂടി പൊക്കിക്കോളാം അങ്ങോട്ട്. പൂർവ്വ സഹോദരങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ പോരാ. അപ്പോഴേക്കും ഞാൻ കിച്ചണെല്ലാം ക്ലീൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ല കുറ്റം. എന്തിനാ കുറ്റം? എടി ഞാൻ മോന്റെ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട്. നീ 2-3 വീഡിയോ എടുക്കണം എൻ്റെ അഭിപ്രായം. കാശ് ഇങ്ങോട്ട് പോരട്ടെ കോളുടെ. ഇപ്പം തന്നെ കുട്ടരമേളിക്ക് പോയിട്ടാ. സംഗതി സർക്കസൊക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ ക്ലീൻ ചെയ്യാൻ പോട്ടെ. ഞാനും അങ്ങനെ ആക്കട്ടെ. അയ്യോ, ഒന്ന് രാവിലെ തന്നെ പറഞ്ഞു. അതെ, വർക്കൗട്ട് ചെയ്യുന്നതിനിടയിൽ വന്നത് ചെക്ക് ചെയ്യണം കേട്ടോ. കറി ഓൾമോസ്റ്റ് ആയി. ഡു യു നോ ഹൗ ലോങ് ഇറ്റ്സ് സപ്പോസ് ടു ബി കുക്ക്ഡ്? അപ്പോൾ അത് നോക്കണ്ടേ വന്നിട്ട്. ഇനി അതിൽ കുറച്ച് നമുക്ക് ക്രീം ഒഴിക്കണം, തേങ്ങാപ്പാൽ ഒഴിക്കണം. ഇത് കുറച്ച് ഭയങ്കര തിക്ക് സ്പ്ലിറ്റ് ആവും ചിലപ്പോൾ. വീടോണോ ഇനി ബേബി ആഡ് സം. ഓക്കെ. സോ ചിക്കൻ ഓൾമോസ്റ്റ് റെഡിയാണ്. മനസ്സിലായില്ലേ? സോ ദാറ്റ്സ് ഇനഫ്. വാട്ട് യു തിങ്ക് അബൌട്ട് യുവർ കറി? Good? But we don't know how it tastes. You taste it, then you need to balance the uppum puliyakku. Puli vecha, you need to add some lime juice. That's a lot. That's not a lot.
ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഉല്ലാസം ഇതിന് തവി നിങ്ങൾ എടുക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക. ചൂടുണ്ടോ? ഇല്ല നോക്കുക. അങ്ങനെയല്ല തൊടുക. തൊടുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ തൊടണം കണ്ടോ. എന്നാലാണ് ഒരു ഫുൾ ഫിംഗറിൽ കിട്ടുള്ളൂ കണ്ടോ. ദേ മൈ ഫേവറേറ്റ് POV. ഇന്ന് ചിക്കൻ കറി കുറച്ച് കഴുകിയിട്ട് അതും കുറച്ച് ചോറും കൂടിയിട്ടാണ് കേട്ടാ. ആ ദേടെ ദേടെ ആ ഞം ഞം ഇതെവിടെ നീ ഞം 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 പഠിച്ചാവോ. നൈസ് മാമാണാ. നൈസ് മാമാണ്. ആ എല്ലാത്തിനും ഇപ്പം ആന്ന് പറയാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ അച്ഛമ്മു. നാളെ പിങ്ങ ഞാൻ മട്ടൻ കറിയാണ് ഉണ്ടാക്കണേ, ഞാൻ നോക്കട്ടെ. നൈസാണോടാ? ആണോ? ബാർ ഇപ്പൊ ബാറിലേക്ക് പോകാൻ പറ്റില്ല നമുക്ക്. ബാറിൽ പോകാൻ പ്രായമായിട്ടില്ല. ആ ബോട്ടാ. അയ്യോ ഇറങ്ങിയില്ലേ? വെള്ളം? ഓ എൻ്റെ അമ്മേ എന്താ പൊരുത്ത്. വെള്ളം കൊടുക്കറ കുട്ടിക്ക്. എവിടെ ആടി ആടി അവള് നിക്കണേ. ഇവിടെ ഇവിടെ നോക്കട്ടെ, ഏതാ നോക്കട്ടെ ആദ്യം. പല്ലേതാ നോക്കട്ടെ, പല്ലേതാ നോക്കട്ടെ ആദ്യം. നോക്കട്ടാ അതെ ആ കാട്ടേ. കൈ പിടിക്കാം അവളുടെ. പിങ്ങ നിന്റെ എത്ര പല്ല് പറിച്ചാണ് ഞാൻ നോക്കട്ടെ. എവിടെയാണ്? ഓക്കെ റിലാക്സ്. എവിടെയാണ്? ഏത് പല്ല? മുകളിലാ? ഇതാ ഈ നോക്ക്. ഇതവിടെ ഒട്ടിച്ച് വെച്ചാ വല്ല തുപ്പലം കൊണ്ടെങ്ങാനും തൊടുമ്പോഴേക്കും പറഞ്ഞു പോകുന്നത്. ഇത് നീ വിഴുങ്ങാഞ്ഞത് ഭാഗ്യം. ഇതാ ചോര പോലും ഇല്ലേ അതിന്. പിന്നെ ഏറെ എൻ്റെ പല്ല് പറിക്കാം. വരട്ടെ ആദ്യം. ദേ നിനക്ക് കാണണില്ലേ? ദേ വിശന്നിട്ട് വയ്യ. ആ നോക്കിയേ ഇതാണ് പിങ്ങ. സി വാട്ട് എ സക്സസ്ഫുൾ ക്രിയേറ്റർ ഓഫ് ദ കുക്ക് ഓഫ് ദ ഡേ യു ആർ. ഓ മൈ ഗോഷ്. ഡോണ്ട് യു വാണ്ട് ടു ട്രൈ യുവർ ഓൺ കറി? ഓക്കെ ലെറ്റ് മീ നോ. ഇത് നോക്ക്. അതിന് പിന്നെ അങ്ങാരി പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല അതിനത്ര വിശപ്പിന്റെ പ്രശ്നമില്ല. ആണോ? കാറിൽ വരുമ്പോഴല്ലേ ഇതുപോലെ ഇല്ല. നല്ല കറിയാ. നീ കുട്ടിയുടെ ഹാൻഡ്സ് ഓൺ റിവ്യൂ പറയട്ടെ ഒരു മിനിറ്റ്. എന്ത് കൊണേ പിന്നെ മൈക്ക് കറിയിലേക്ക് പോയിരുന്നു. ഇത് മറ്റേ പടത്തില് ചിക്കൻ മുറ്റാന്ന് പറയണ പോലെ ഇങ്ങനെ സാധനം വീഴില്ലേ റബ്ബറിന്റെ. പക്ഷെ നീ കറിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം മിസ് ചെയ്തു. കറി കുക്കായോ എന്ന് നോക്കണം. നീ ജിമ്മിന് പോയിട്ട് വന്നിട്ട് കറിയിൽ അടി പിടിച്ചിട്ടുണ്ടോ, കറി കുക്കായോ എന്ന് നോക്കിയിട്ട് അതാണ് അതിൻ്റെ ഏറ്റവും. എപ്പോഴാണ് ഈ തീ ഓഫ് ചെയ്യണ്ടേന്ന് പഠിക്കണം കേട്ടാ. എല്ലാം കൂടെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് അടുപ്പ് തനിയെ ഓഫ് ആവൂല. കുട്ടിയുടെ വിചാരം അങ്ങനെ ഓഫ് ആവുന്ന. then you need to come check whether the chicken is cooked or not, then you turn it off. Okay ma'am? Thank you. Beautiful. Two things. Yeah, what is it? I think I should have added korchuri salt Oh yeah, then what? and spice. കുറച്ചുകൂടെ സ്പൈസ് ആഡ് ചെയ്യണോ? No. എരുണ്ട്. സ്പൈസ് ചില്ലി കുറച്ച് ആഡ് ചെയ്യണം നമുക്ക് അല്ലേ? Okay, that's honest review, but thank you. Now the master chef is coming to taste your curry. No, you're not the master. You're just a mess, and then you turn into a Terror later. Yeah, if the curry goes not up to the mark, then I will be a terror. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ട്, വൈകുന്നേരം ചോറാട്ടക്കൊണ്ട്. That's no very unhealthy practice. ചോറ് is comparatively better than any other source of starch. Yeah. കളമിഴിയുടെ കളവാണി. The texture looks so beautiful, honey. The texture, the curry, the sauce. honey. Yeah. അപ്പൊ തന്നെയല്ലേ ഹണി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ പണി വിളിക്കും. അമ്മ ഇങ്ങനെ ഒരാളെ താഴെ വീഴുന്നുണ്ട് കേട്ടോ എൻ്റെ ഏറമ്മ. എരിവൊന്നുമില്ല, അതിന് കടുകിന്റെ ഒക്കെ ചുമയുണ്ട്. കുറച്ചും ഉപ്പ് വേണം അല്ലേ? ഞാൻ പക്ഷെ ആദ്യം കഴിച്ചപ്പോ എനിക്ക് തോന്നിയില്ല അച്ചാറിനോട്. അച്ചാർ തീർന്നപ്പോ എനിക്ക് തോന്നി. You did good though. ഞാൻ എന്താ പറഞ്ഞ ലാസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞില്ലേ? പക്ഷെ കറിയുടെ ഫ്ലേവർ എല്ലാം അടിപൊളിയാണ് കേട്ടോ പിങ്ങ. ടേസ്റ്റ് സോ ഗുഡ്. ഇത് ഞങ്ങൾക്ക് അത്ര സ്പൈസി അല്ല പിങ്ങ, അത്ര സ്പൈസി ഇല്ല നിൽക്കണത്. Oh my god, beautiful curry. അപ്പോൾ നാളെ പ്രിങ്ങുൻ്റെ അടുത്ത കുക്കിംഗ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. പ്രിങ്ങുൻ്റെ കൂട്ടത്തിൽ any kids watching,
try cooking. Even parents can use the same recipe. Another beautiful day ending here. ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോളം കാണാം. അതുവരെയും bye for now. Bye bye. Bye.